ഡേയ്സ് നമ്മൾ ഇന്ത്യയിൽ നിന്ന ആളാണ്, നമ്മൾ റെസിഡന്റ് ഇന്ത്യൻ ആണ് എന്ന് അതൊരു ഡിക്ലറേഷനാണ്. ആ ഡിക്ലറേഷൻ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ആധാർ എടുക്കുന്നത്. പക്ഷെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ആധാർ എടുത്തിട്ടുണ്ടായിരിക്കും, NRI ആണെന്നൊന്നും പറയാതെ നമ്മൾ, ഇൻക്ലൂഡിങ് മീ. അപ്പൊ അതൊരു അന്നത്തെ അതിനൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. നമ്മൾ ആധാർ കാർഡ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും അതേക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാനുള്ള ഒരു പ്രാപ്തി ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം. പക്ഷെ നമ്മള് ഗൾഫ് മലയാളികൾ അല്ലെങ്കിൽ NRIs ആധാർ കാർഡ് എടുക്കാൻ പാടില്ല എന്നാണ്. അതാണ് നിയമം. അതായത് 182 ഡേയ്സ് എങ്കിലും നമ്മൾ ഇന്ത്യയിൽ നിന്നിരിക്കണം, സ്ഥിരമായിട്ട് നിന്നിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ നമ്മൾക്ക് പാൻ കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള, ആധാർ കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയുള്ളൂ, നിയമപരമായ യോഗ്യത. ഈ ഇവിടെ നിൽക്കുന്ന ധാരാളം ഗൾഫ് മലയാളികൾ, ഇപ്പൊ ഗിരീഷ് എടുത്തു, ഞാൻ എടുത്തു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ആധാർ കാർഡ് എടുത്തവർക്ക് എന്താണ് സംഭവിക്കുക? യെസ്, അതും ഒരു ചോദ്യമാണ്. അതായത് അടുത്ത നിയമപരമായുള്ള എന്തായിരിക്കും നടപടി എന്നുള്ളത്. അപ്പോൾ അതിലും ആ ഒരു ക്വസ്റ്റ്യനും അതിൽ വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒന്നും ക്ലാരിറ്റി കൊടുത്തിട്ടില്ല. കാരണം അതൊരു കോമൺ ആയിട്ടുള്ള ഒരു പുതിയൊരു സംവിധാനം വരുമ്പോൾ സംഭവിക്കാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള തെറ്റാണ്. പക്ഷെ ഇഗ്നോറൻസ് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കാം. പക്ഷെ ഇഗ്നോറൻസ് ഓഫ് ലോ എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായും ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പോ ആധാർ കാർഡ് എടുത്തിട്ടുള്ള ഗൾഫ് മലയാളികൾ അല്ലെങ്കിൽ NRIs അത് പാൻ കാർഡുമായി ലിങ്ക് ചെയ്യണോ? അതാണ് ഇമ്പോർട്ടന്റ് ചോദ്യം. അത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഞാൻ ഒന്നുകൂടി പറയാം, നമ്മൾ അത് ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ലിങ്ക് ചെയ്യരുത് എന്നാണ് പറയേണ്ടത്. ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ഈ ആധാർ കാർഡിന്റെ ഡിപ്പാർട്ട്മെന്റും പറഞ്ഞിരിക്കുന്നത് NRIസിന് ഒരു സർവീസിനും, ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയാം, നമ്മളൊരു NRE അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു NRO അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, ട്രാൻസാക്ഷൻസ് നടത്തുന്നു, ഇതിനൊന്നും നമ്മൾ ആധാർ കൊടുക്കേണ്ട ഒരാവശ്യവും നിലവിലെ നിയമപ്രകാരം ഇല്ല. അപ്പൊ നമ്മളൊരു NRE അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴോ NRO അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴോ ആധാർ കൊടുക്കണം എന്നുള്ളത് നിയമപ്രകാരം ഇല്ല. അതുകൊണ്ട് നിങ്ങൾ യാതൊരു വിധ പേടിയും പേടിക്കേണ്ട. അതുപോലെ തന്നെ ഈ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പാൻ കാർഡ് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു പ്രശ്നം ഇവിടെ മിക്കവാറും എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമായിരിക്കും, ഞാനൊരു ഓർഡിനറി അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്, നിയമപ്രകാരം പാടില്ല. മിക്കവാറും ആൾക്കാർക്ക് ഉണ്ടായിരിക്കും, ഞാൻ ഓർഡിനറി അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്, എനിക്ക് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യും, എന്താണ് ചെയ്യേണ്ടത്? അതില് ഇപ്പോഴും ഒരു അവ്യക്തത കിടക്കുന്നുണ്ട്. ആസ് പെർ ഇന്ത്യൻ നിയമപ്രകാരം നമ്മൾ ഓർഡിനറി അക്കൗണ്ട് ഹോൾഡ് മീൻസ് SB അക്കൗണ്ട്, NRO നോൺ റെസിഡൻസ് ഓർഡിനറി അല്ല, സാധാരണ SP അക്കൗണ്ട് നമ്മൾ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അപ്പൊ അതിലൊരു ക്ലാരിറ്റി ഇനിയും വരാനുണ്ട്. അതിപ്പോഴത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നുന്നില്ല. തൽക്കാലം പ്രശ്നങ്ങളൊന്നും സാധ്യതയില്ല. എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഞാൻ ഈ പറഞ്ഞത് ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലാവരുടെ അടുത്തും എത്തിയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, NRIs അതായത് നോൺ റെസിഡന്റ് ഇന്ത്യൻസ് ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യേണ്ടതില്ല എന്നാണ് ആധാറിന്റെ CEO ഡോക്ടർ അജയ് ഭൂഷൺ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു പക്ഷേ നമ്മൾ ആധാർ കാർഡ് ലിങ്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിയമപരമായിട്ടുള്ള ചില നടപടികൾ നേരിടേണ്ടി വന്നേക്കാം എന്നൊരു സൂചന കൂടി അതിനകത്തുണ്ട്. ഓൾറെഡി എല്ലാവരും മിക്കവാറും ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു വാട്സ്ആപ്പ് മെസ്സേജും ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ വരുമ്പോഴും മിക്കവാറും ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ചെയ്തു കഴിഞ്ഞ് വെച്ചിട്ട് അതിനോട് വേറെ നമ്മളൊരു ഭയങ്കര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാവും. അപ്പൊ ഇനി ആധാർ കാർഡ് ഇതുവരെ ലിങ്ക് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ, ലിങ്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലിങ്ക് ചെയ്യാത്ത ആൾക്കാർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങനെ ലിങ്ക് ചെയ്യേണ്ടതില്ല. നമ്മള് ഇവിടെ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യക്കാര് അത് ആധാർ കാർഡും അതുപോലെ തന്നെ പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യേണ്ടതില്ല. അപ്പൊ അതിന്റെ പേരിൽ നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. അതെ അല്ലെ? അതാണ് ഗിരീഷ് പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ആധാറിന്റെ CEO അജയ് ഭൂഷൺ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് മാർച്ച് 29 തീയതി ഗൾഫ് ന്യൂസ് പ്രസിദ്ധീകരിച്ച വളരെ വിശദമായിട്ടൊരു അഭിമുഖത്തിലാണ് അജയ് ഭൂഷൺ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഗൾഫ് മലയാളികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, ഏഷ്യാനെറ്റ് റേഡിയോ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആധാറും പാൻ കാർഡും നിങ്ങൾ ലിങ്ക് ചെയ്യേണ്ടതില്ല. അത് ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടിയും പറയാം. മിക്കവാറും ആൾക്കാർ ചിലപ്പോൾ അവരുടെ ബന്ധുക്കള് നാട്ടിലുണ്ടായിരിക്കും, അവർക്ക് മേ ബി പാൻ കാർഡ് ഉണ്ടായിരിക്കും, ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടായിരിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കും, ഞാൻ എങ്ങനെയാ എന്റെ മിസ്സിന്റെ
പാൻ കാർഡും ആധാറും കൂടിയും ബന്ധിപ്പിക്കുക എന്നുള്ളത്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമുള്ളൂ. ഗൂഗിളിൽ ചെല്ലുക, ഗൂഗിൾ സെർച്ച് ചെയ്യുക, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്നടിച്ച് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സൈറ്റിലേക്ക് എത്തും. അവിടെ വെബ്സൈറ്റ് തന്നെ ഉണ്ട്, ആധാർ ലിങ്ക് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ പാൻ കാർഡ് നമ്പർ കൊടുക്കുക, ആധാർ നമ്പർ കൊടുക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്പർ അടിച്ച് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. പക്ഷെ അത് നമ്മൾ ചെയ്യേണ്ടതില്ല. നാട്ടിൽ താമസിക്കുന്നവർക്ക് മാത്രമേ ഇത് ബാധകമുള്ളൂ. അതുകൊണ്ട് അതിന്റെ പേരിൽ ആരും വിഷമിക്കേണ്ടതില്ല. ഇനി ഞാൻ അത് ലിങ്ക് ചെയ്തില്ലല്ലോ, ഇനി ലിങ്ക് ചെയ്തില്ലെങ്കിൽ എന്റെ പാൻ കാർഡ് അസാധുവായി പോകുന്നുള്ള ഒരു ആശങ്കയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ട. തൽക്കാലം നമ്മളത് ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഏതെങ്കിലും സന്ദർഭത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ. അതെ. ഇത് നമ്മളുടെ ഷംസുദ്ദീൻ സാറ് എന്നോട് ഇതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പൊ അദ്ദേഹം തന്നെ ഒരു വാട്സപ്പിൽ അദ്ദേഹം ഒരുപാട് ഗ്രൂപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പിലെല്ലാം അദ്ദേഹം തന്നെ ഒരു ഓഡിയോ ക്ലിപ്പായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വളരെ വിശദമായിട്ട്. അതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു ഗിരീഷ്മാർ. വളരെ വിലയേറിയ ഒരു വിവരമാണ് നമ്മളിപ്പോൾ കൈമാറിയിരിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്കായിട്ട് ഒരിക്കൽ കൂടി പറയുകയാണ്, ആധാറും പാൻ കാർഡും തമ്മിൽ നിങ്ങൾ ലിങ്ക് ചെയ്യേണ്ടതില്ല. നിങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യക്കാരെന്ന നിലയിൽ അത് ലിങ്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല തൽക്കാലം. അതാണ് പറയാനുള്ള പ്രധാനപ്പെട്ട മെസ്സേജ്. ഇനി നമുക്ക്